കഫേയിലൊക്കെ പോയി കഴിക്കുന്ന ആ ഒരു സാൻഡ്വിച്ച് വീട്ടിൽ റെഡിയാക്കുന്ന സമയത്ത് അത്ര പെർഫെക്റ്റ് ആയിട്ട് കിട്ടുന്നില്ല എന്നുണ്ടെങ്കിൽ ഈ ഒരു വീഡിയോ സേവ് ചെയ്ത് വെച്ചിട്ട് ഇതുപോലെ ഒന്ന് ഫോളോ ചെയ്ത് നോക്കുക. അടിപൊളിയായിട്ട് നമുക്ക് ഉണ്ടാക്കിയെടുക്കാം കേട്ടോ. അപ്പോൾ അതിനുവേണ്ടി ഞാൻ ഒരു വെജിറ്റബിൾസൊക്കെ ഒന്ന് ചോപ്പ് ചെയ്യാൻ വേണ്ടിയിട്ട് അഗാരയുടെ ഈ ഒരു മിനി ചോപ്പറായിട്ട് എടുത്തിട്ടുള്ളത്. ഇതിൽ നല്ല ഷാർപ്പായിട്ട് ഒരു ബ്ലേഡ് വരുന്നതുകൊണ്ട് തന്നെ പെട്ടെന്ന് നമുക്ക് ചോപ്പ് ചെയ്തെടുക്കാൻ പറ്റുന്നുണ്ട്. ഇതിനൊരു ബട്ടൺ വരുന്നുണ്ട്. ആ ഒരു ബട്ടൺ പ്രസ് ചെയ്ത് കഴിഞ്ഞാൽ എല്ലാ വെജിറ്റബിൾസും നമുക്ക് പെട്ടെന്ന് ചോപ്പ് ചെയ്തെടുക്കാൻ പറ്റും. ചാർജ് ചെയ്യാൻ വേണ്ടിയിട്ട് ഇതാ ഈ ഒരു വയറും കൂടി വരുന്നുണ്ട്. അപ്പോൾ ഇത് ഞാനൊരു കുറച്ച് ആഴ്ചകളായിട്ട് യൂസ് ചെയ്യുന്നുണ്ട്. ഭയങ്കര യൂസ്ഫുൾ ആയിട്ട് തോന്നിയിട്ടാണ്. ക്യാരറ്റും ബീട്രൂട്ടും ക്യാബേജും ഒക്കെ നമുക്ക് പെട്ടെന്ന് ചോപ്പ് ചെയ്തെടുക്കാൻ പറ്റും. എന്തിനു വേണം വെളുത്തുള്ളി പോലും കഴുകി ഇതിൽ ഇട്ട് കൊടുത്തു കഴിഞ്ഞാൽ, തൊലി കളയാതെ ഇട്ട് കൊടുത്തു കഴിഞ്ഞാൽ തൊലി സെപ്പറേറ്റ് ആയിട്ട് വെളുത്തുള്ളി ചോപ്പായി കിട്ടുന്നുണ്ട് കേട്ടോ. അപ്പോൾ തൊലി നമുക്ക് പെട്ടെന്ന് തന്നെ എടുത്ത് മാറ്റാനും പറ്റും. അപ്പോൾ അത് ആ സാൻഡ്വിച്ചിന് വേണ്ടിയിട്ട് ഞാൻ ഇവിടെ ഒരു ചെറിയ കഷ്ണം ക്യാബേജ്, ഒരു സവാള, ഒരു തക്കാളി ഫ്ലഷ് മാറ്റിയിട്ട് അതും കൂടി ചോപ്പ് ചെയ്തിട്ടുണ്ട്. പിന്നെ ബോൺലെസ് ചിക്കൻ ഫ്രൈ ചെയ്തത് എൻ്റെ കയ്യിലുണ്ടായിരുന്നു, അതും കൂടി ഒന്ന് ചോപ്പ് ചെയ്തെടുത്തു. അതിലേക്ക് മയോണൈസ് ചേർത്തിട്ട് നന്നായിട്ട് മിക്സ് ചെയ്തെടുത്തു കേട്ടോ. ആവശ്യത്തിന് ഉപ്പൊക്കെ ചേർത്ത് കൊടുക്കുക. ഇനിയിപ്പോൾ സാൻഡ്വിച്ച് മേക്കറിലാണ് റെഡിയാക്കുന്നത്. ബട്ടർ ഇതേപോലെ തൂക്കി കൊടുത്തിട്ട് ഫില്ലിങ് വെക്കാതെ ബ്രെഡ് മാത്രം ഒന്ന് ടോസ്റ്റ് ചെയ്തെടുക്കാം കേട്ടോ. അപ്പോൾ ഇത് ഫ്രൈ പാനിൽ നമുക്ക് ചെയ്തെടുക്കാം. അപ്പോൾ ഈ ഒരു ഡിസൈനൊന്നും വരില്ലാന്നേ ഉള്ളൂ, ടേസ്റ്റിന് മാറ്റമൊന്നും ഉണ്ടാവില്ല. അപ്പോൾ അതാ ഞാനൊരു 3 പീസ് ബ്രെഡാണ് ഒരു സാൻഡ്വിച്ച് റെഡിയാക്കാൻ വേണ്ടി എടുക്കുന്നത്. അപ്പോൾ ഇതേപോലെ 2 ലെയറിലായിട്ട് ഫില്ലിങ് വെച്ച് കൊടുത്തിട്ട് നമുക്ക് സെറ്റ് ചെയ്തെടുക്കാം കേട്ടോ. അപ്പോൾ അടിയിലും മുകളിലും ആ ഒരു ഡിസൈൻ വരുന്ന രീതിയിൽ നമുക്ക് വെച്ച് കൊടുക്കാൻ വേണ്ടി ശ്രദ്ധിക്കണം. അപ്പോൾ ഇതാ കട്ട് ചെയ്തും കൂടി എടുത്തു കഴിഞ്ഞാൽ അടിപൊളിയായിട്ടുള്ള സാൻഡ്വിച്ച് റെഡി ആയിട്ടാണ്. ഈ ഒരു ചോപ്പർ മസ്റ്റ് ബൈ ആയിട്ടുള്ളൊരു ഐറ്റമാണ്. കിച്ചണിലെ പകുതി പണിയും ഈ ഒരു ചോപ്പർ എടുക്കും. അപ്പം എൻ്റെ പേജ് ഫോളോ ചെയ്തിട്ട് ലിങ്ക് എന്ന് കമൻറ്റ് ചെയ്താൽ ഞാൻ ലിങ്ക് അയച്ചു തരാം. താങ്ക്